ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു വിഭവമാണ് മാങ്ങ ചമ്മന്തി. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം മാങ്ങ ചമ്മന്തി, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇടുകയാണ് ഈ വീഡിയോ. ഇപ്പം നമുക്ക് മാങ്ങ ചമ്മന്തിക്ക് തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങൾ നോക്കാം. തേങ്ങ കുറച്ച്, ചുമന്നുള്ളി, മാങ്ങ തൊലി കളഞ്ഞ് അരിഞ്ഞ്, അത് നല്ല പുളി വേണ്ടവർ നല്ല പച്ചമാങ്ങ എടുക്കണം. അതല്ല ഇച്ചിരി മധുരമൊക്കെ വേണമെങ്കിൽ ഇച്ചിരി വിളഞ്ഞ മാങ്ങ എടുക്കണം. ഞാനിവിടെ ഇച്ചിരി വിളഞ്ഞ മാങ്ങയാണ് എടുത്തേക്കുന്നത്. പിന്നെ കറിവേപ്പില, പിന്നെ 2-3 പച്ചമുളകാകാം, അല്ലെങ്കിൽ 2-3 കാന്താരി ആകാം. ഞാനിവിടെ കാന്താരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നമ്മൾ ആദ്യം തേങ്ങയും ഉള്ളിയും മുളകും എല്ലാം കൂടെ ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം അരയ്ക്കും. ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് നമ്മൾ നല്ലോണം അരയ്ക്കും. അരച്ചതിന് ശേഷം ലാസ്റ്റ് മാങ്ങ ഇട്ട് പിന്നെ അരയ്ക്കും. നമുക്ക് ഇതെല്ലാം മിക്സിയിലിട്ട് അരയ്ക്കാം. കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പും തേങ്ങയും കുഞ്ഞുള്ളിയും കാന്താരി എല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങയെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാങ്ങ ഇട്ടൊന്ന് അരച്ചെടുക്കണം. കറിവേപ്പില ഏറ്റവും ലാസ്റ്റിലേ ഇടാവും. ഒത്തിരി അങ്ങ് കറിവേപ്പില അരയേണ്ട. നമ്മൾ തേങ്ങ അരഞ്ഞ് ഇനി നമ്മൾ അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കണം. അതും കൂടെ നമ്മൾ നല്ലോണം അരച്ചതിന് ശേഷം മാത്രമേ കറിവേപ്പില ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക. കറിവേപ്പില ഒത്തിരി അരയേണ്ട ആവശ്യമില്ല. നമ്മൾ മാങ്ങ ഇട്ട് നല്ലോണം അരച്ചെടുത്ത് ഇനി നമ്മൾ ഈ കറിവേപ്പില ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണം. ഒരിക്കലും ചമ്മന്തി അരയ്ക്കുമ്പം വെള്ളം ഒഴിച്ച് അരക്കരുത്. ഇവിടെ ഇപ്പം മാങ്ങ ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ഇവിടെ മാങ്ങ ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലൊരു വിഭവമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.